ഈ കെട്ടിടത്തിൻ്റെ മനോഹാരിതയോ വലിപ്പമോ വിസ്തീർണമോ ഒന്നുമല്ല ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇതിനകത്ത് വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം വസിക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ആലയം. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാതെ. ദൈവ സാന്നിധ്യം വസിക്കുന്നില്ലെങ്കിൽ കർത്താവിന് മഹത്വം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ വേളയിൽ കടന്നു പോകുമ്പോൾ സ്തോത്രം, യഹൂദന്മാരുടെ പ്രീതിക്ക് വേണ്ടി ഹേരോദാവ് പണിതു കൊടുത്തിരിക്കുന്ന ആലയത്തെ ചൂണ്ടിയിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, നോക്ക് എത്ര മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ പണി നീ കണ്ടില്ലേ? യഹൂദന്മാർക്ക് വേണ്ടി പണിതു കൊടുക്കുന്നതാണ് ഹേരോദാവ് എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെത്ര മനോഹരമാണെങ്കിലും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം അതൊരു കെട്ടിടമാണ്. കെട്ടിടത്തിന് ഇടിവ് സംഭവിക്കും. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ആർക്കും ഇടിക്കുവാൻ കഴിയാത്ത, ആർക്കും പൊളിക്കുവാൻ കഴിയാത്ത, ആർക്കും തകർക്കുവാൻ കഴിയാത്ത ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. അതിൻ്റെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ ആലയത്തിന്റെ വലിപ്പമോ അതിൻ്റെ ഭംഗിയോ അല്ല, അതിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ് ഇന്ന് പകൽ നമ്മൾ സന്തോഷിപ്പാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ട്.